തലവൻ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങി ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, കിടിലൻ പടമാണ്, ഇപ്പൊ തന്നെ പോയി കണ്ടോ എന്നുള്ള രീതിയിലാണ്. അതേ എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി നിങ്ങൾ ഓളിയോ കിടിലൻ പടമാണ് ഇപ്പൊ തന്നെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല ഭീകര സിനിമകളൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് ഈ മറ്റേ പ്രതീക്ഷയുടെ അമിതഭാരം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ എന്തുകൊണ്ട് എനിക്ക് ഈ സിനിമ കിഡിലൻ സിനിമയായിട്ട് തോന്നി എന്ന കാര്യമാണ് ഞാൻ സിനിമയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ശരത് പെരുമ്പാവൂരും ആനന്ദ് തേവർക്കാട്, ഈ രണ്ട് പേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമേനെ ഫ്ലോപ്പാക്കാനും അത് വൻ വിജയമാക്കാനും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതിന്റെ സംവിധാന കാര്യങ്ങളൊന്നുമല്ല, സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് എത്രത്തോളം ശക്തമായിട്ടുണ്ട് അത്രത്തോളം ആ സിനിമ വിജയിക്കാനുള്ള ചാൻസും കൂടും. ഇതിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് ബ്രില്യൻ്റ് ആണ്, ഗംഭീര സ്ക്രിപ്റ്റാണ്. കാരണം ഒട്ടനവധി നമ്മൾ കൊറോണക്കൊക്കെ ശേഷം നമ്മൾ എത്ര ത്രില്ലർ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യും കണക്കില്ലാണ്ട് കണ്ടിട്ടുണ്ട്. അത്രയും കണ്ട നമ്മളെ ഒരു സസ്പെൻസ് പോലെയൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഏതെങ്കിലും രീതിയിൽ ചകഞ്ഞ് കണ്ടുപിടിക്കും. ഇത് അവസാനം വരെ നമ്മളെ പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവസാനം ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ അത്രയും എൻജോയ് ചെയ്ത് നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ആ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ക്ലൈമാക്സ് വരെ. ഞാൻ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ഇത്രയും ആകാംക്ഷയോട് കൂടിയിട്ടിരുന്ന് കണ്ട ഒരു സിനിമയില്ല. സീറ്റഡ്ജ് ത്രില്ലർ എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ത്രില്ലർ അല്ല, ത്വരയാണ്. നമുക്കിങ്ങനെ ഈ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്, ആരായിരിക്കും എന്നൊക്കെയുള്ള ഒരു ത്വര നമ്മുടെ അകത്തുനിന്നുണ്ടാവില്ല. ആ ഒരു സാധനമാണ് ഈ സിനിമ ത്രൂ ഔട്ട് എനിക്ക് കിട്ടിയത്. ഇനി സംവിധായകന്റെ കാര്യം പറയണോ അതോ പെർഫോമൻസ്? ഓക്കെ, സംവിധായകന്റെ കാര്യം പറയാം. ജിസ് ജോയ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. കാരണം ആ ഒരു ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു സിനിമ കണ്ട ഫീൽ എനിക്ക് വേണം, അല്ലെങ്കിൽ ഒന്ന് മനസ്സ് അറിഞ്ഞൊന്ന് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം. ഈ ഒരു രണ്ട് കാര്യം എനിക്ക് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഈ ലാസ്റ്റ് ഇറങ്ങി ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര ഇതായ ഒരു കുറച്ച് സംഘർഷഭരിതമായിട്ട് പോകുന്നുണ്ടെങ്കിലും അവസാനം ഒരു ഫീൽ ഗുഡിലാണ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും അതിന് ട്രോൾ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. അതായത് എനിക്ക് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമാധാനം, കുറച്ച് സന്തോഷം. ഇതെനിക്ക് അങ്ങേരെ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് ജിസ് ജോയ്. ജിസ് ജോയിയുടെ ഭാഗത്തുനിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയാണിത്. ഞാൻ ജിസ് ജോയിയുടെ സിനിമ തന്നെയാണോ കണ്ടിരിക്കണേ എന്ന് പോലും എനിക്ക് തോന്നുന്ന രീതിയിലായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ജിസ് ജോയിയുടെ പടോ ഇത് പണ്ട് നമ്മുടെ 5ാം ബാധ്യത ഇറങ്ങിയ സമയത്ത് മിഥുൻ മാനുവൽ തോമസ് ഒന്ന് കേട്ടിട്ട് ഇതാ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണോ എന്ന് നമുക്കൊരു ചിന്ത വന്നില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എനിവേ, എന്നാലും ഇനി പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസിൽ എടുത്തു പറയേണ്ട രണ്ട് പേരും അടിപൊളിയായിട്ടുണ്ട്, ബിജു മേനോനും അതുപോലെ ആസിഫ് അലിയും. ബിജു മേനോൻ എനിക്ക് തോന്നുന്നത് പുള്ളി ശരിക്കും പോലീസ് ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും അതിനി പുള്ളി പോലീസ് വേഷം അഭിനയിച്ച് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പോലീസ് തന്നെയാണ് പുള്ളി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോളാണ് പുള്ളി ചെയ്തു വെച്ചത്. അത് അത്രയും കൺവിൻസിങ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആസിഫ് അലിയിലേക്ക് വരുമ്പോൾ ആസിഫ് അലിയുടെ റോള് അങ്ങനെ ആസിഫ് അലിയുടെ അഭിനയത്തിന്റെ ഒരു ലെവല് അറിയാമല്ലോ. അപ്പൊ അത്രയും വലിയ ഇമോഷൻസ് കൈകാര്യം ചെയ്യേണ്ട റോളാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സട്ടിലായിട്ട് ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം അത്രയും സൂപ്പറായിട്ട് ആ ക്യാരക്ടർ പിടിച്ച് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. അത് കുറേ അധികം സീനുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് പറയേണ്ടത് ഇതിലെ ബാക്കി കാസ്റ്റൊക്കെയാണ്. അത് അനുശ്രീ മിയ ജോർജാണ് രണ്ടുപേര് സ്ത്രീ കഥാപാത്രങ്ങളുള്ളത്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനുശ്രീ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അത് അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മിയക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു റോളോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. എന്നാലും ആ
കഥാപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അവർ അടിപൊളിയായിട്ട് സിനിമയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ദിലീഷ് പോത്തൻ സാധാരണ അദ്ദേഹത്തിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ പറയേണ്ടത് കോട്ടയം നസീറാണ്. കോട്ടയം നസീർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അങ്ങേര് അറിയാലോ, റോഷാക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു അതിൻ്റെയൊക്കെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലേക്ക് ചെയ്തു വെച്ചേക്കുന്നത്. ഗംഭീര നടനാണ്, ഗംഭീര നടൻ. പിന്നെ ജാഫർ ഇടുക്കി ഉണ്ട്, രഞ്ജിത്ത് ശങ്കർ ഉണ്ട്, ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട്, മറ്റേ രഞ്ജിത്ത് ഉണ്ട്. അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ രീതിയിലുള്ള റോള് കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെയാണ്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് ആണ്. ദീപക് ദേവ് ഗംഭീര വർക്കാണ് ചെയ്തേക്കുന്നത്. കാരണം ഇതിലെ ഓരോ സിറ്റുവേഷനിൽ വരുന്ന മ്യൂസിക് കാര്യങ്ങൾ, ഒന്നാമത് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമകൾ, വിജയിച്ച സിനിമകളുടെ മ്യൂസിക് എല്ലാം ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. എല്ലാം അടിപൊളി മ്യൂസിക്കാണ്. ഈവൻ ലാസ്റ്റ് കണ്ട ടർബോയിൽ വരെ മ്യൂസിക് അത്യാവശ്യം കിടലനായിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ മ്യൂസിക് ഉണ്ടല്ലോ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും. അതായത് ഇതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ഗംഭീരമായിട്ട് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് സിനിമ കണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. അത്രയാണ് എനിക്ക് സിനിമയിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത കാര്യം. പിന്നെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങൾ സിനിമക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നവർ അതിനെക്കുറിച്ചിട്ട് പറയുമായിരിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം കളർ ഗ്രേഡിങ് ആണ്. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ മഞ്ഞപ്പ് കലർന്ന ഒരു സാധാരണ സോ കോൾഡ് ത്രില്ലർ സിനിമകളുടെ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, എനിക്ക് വലിയ താല്പര്യമില്ല. ആ ഒരു കളർ ടോൺ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ, പല സിനിമകളും ഇപ്പോൾ ഈ OTTയുടെയൊക്കെ ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ തിയേറ്ററും അതിനനുസരിച്ചാണ് ഇപ്പോൾ പല സ്ക്രീനുകൾ, ഈവൻ ഫോറം മാളിലുള്ള PXL സ്ക്രീൻ വരെ ആ ഒരു റേഷ്യോയിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള സ്ക്രീനുകളിൽ ഈ നടുക്ക് മാത്രം നീളത്തിൽ കാണുക എന്ന് പറയുന്നത് എന്തോ ഒരു അഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമാണ് ഈ സിനിമയിൽ പോരായ്മകളായിട്ട്, അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, പോരായ്മകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതർവൈസ് ഒന്നുമില്ല. പടം ഗംഭീര പടമാണ്. ഇനി ഇത് ഈ സിനിമയിൽ 100 കോടി കയറി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അതിശയമില്ല. കാരണം പിടിച്ചിരുത്തുന്നുണ്ട്. അതാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടത്. കാണികളെ പിടിച്ചിരുത്തുക എന്നുള്ള ഒരു സംഭവമാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടത്. അത് എന്തായാലും ഈ സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഇത്രയും കാര്യങ്ങളും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.